നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമര പോലീസിന്റെ പിടിയിലായെങ്കിലും അവിടുത്തെ നാട്ടുകാർക്ക് അവരുടെ ഭീതി ഒഴിയുന്നില്ല. പ്രതിക്ക് അർഹമായ ശിക്ഷ കിട്ടുമെന്ന് കരുതുന്നില്ലെന്ന് അയൽവാസികൾ പറഞ്ഞു. ചെന്താമരയെ തൂക്കിലേറ്റണമെന്ന് കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കളായ അഖിലയും അതുല്യയും ആവശ്യപ്പെടുന്നു. കൊലക്കേസ് പ്രതി പിടിയിലായി എന്ന നേരിയ ആശ്വാസമുണ്ടെങ്കിലും പ്രദേശവാസികൾക്ക് ഇപ്പോഴും നെഞ്ചിൽ തീയാണ്. സുധാകരന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ജയിലിൽ പോയെങ്കിലും യാതൊരു പശ്ചാത്താപവുമില്ലാതെയാണ് ജാമ്യത്തിൽ ഇറങ്ങിയ ചെന്താമര പ്രദേശത്തെത്തിയത്. ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ച് പഴയ വീട്ടിൽ തന്നെ താമസിക്കുകയും പ്രദേശവാസികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പോലീസിൽ പരാതിപ്പെട്ടിട്ടും അവർ നടപടിയെടുത്തില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അറസ്റ്റിലും വലിയ കാര്യമില്ലെന്നാണ് അയൽവാസികൾ പറയുന്നത്. പോലീസിൽ വിശ്വാസമില്ല. ജയിൽ ചാടിയെത്തി ഇനിയും പ്രതി കൊലപാതകം നടത്തുമെന്ന് ഭയമാണ് അയൽവാസി പുഷ്പയ്ക്ക്. എനിക്കൊരു സുരക്ഷിതമില്ല പറഞ്ഞിട്ടല്ലേ ഞാൻ 3 പ്രാവശ്യം പോയി. 3 പ്രാവശ്യം 2 പ്രാവശ്യം തനിയെ പോയി. പിന്നെ 3ാമത്തെ പ്രാവശ്യം പെറ്റീഷൻ എഴുതി എല്ലാവരുടെ അടുത്ത് ഒപ്പ് വാങ്ങിയിട്ട് പോയല്ലോ. അതും ഇവര് പാലുമില്ല, ഇവര് ഒരു പ്രതികരണം ഇല്ല പറഞ്ഞപ്പോഴാണ് അവരിനെ സുധാകരേട്ടനെയും ചെറിയ കുട്ടിനെയും വിളിച്ച് അഖിലനെയും വിളിച്ച് പിന്നെ അവരും പോയി കംപ്ലൈന്റ് കൊടുത്തല്ലോ. പിന്നെ ഇവരെന്ത് ഞങ്ങൾക്ക് എന്ത് സുരക്ഷിത തന്നു? അമ്മയെ കൊന്നിട്ടും പക അടങ്ങാത്ത ചെന്താമര ഒരു ദയയുമില്ലാതെയാണ് തങ്ങളുടെ അച്ഛനെയും അച്ചമ്മയെയും കൊന്നത്. ഇനി ഭയമില്ലാതെ ജീവിക്കണമെങ്കിൽ പ്രതിയെ തൂക്കിലേറ്റണമെന്നാണ് സുധാകരന്റെ മക്കൾ പറയുന്നത്. എന്താണെങ്കിലും തൂക്ക് കയറി ആ ഒരാളിനെ പേടിച്ചിട്ട് എത്ര നാടും ഞങ്ങളും കുടുംബവും എല്ലാം പേടിച്ചിരിക്കല്ല ആ ഒരു മനുഷ്യന് വേണ്ടി. അപ്പൊ അയാളെ കൊന്നതിന് അതോട് ഇത്തിരി ആശ്വാസത്തെങ്കിലും ഞങ്ങൾക്ക് വെളിയിലിറങ്ങി നടക്കാമല്ലോ. എല്ലാവരും ഞങ്ങളുടെ കൂടെ വരണമെന്നില്ല. ഒറ്റയ്ക്കാണെങ്കിലും ഞങ്ങൾ യാത്ര ചെയ്യേണ്ടത്. അപ്പൊ ഞങ്ങളുടെ സുരക്ഷയും നോക്കണ്ടേ? തൂക്കയറ് കൊടുക്കുക വേണം. ഇപ്പോഴും പ്രൊട്ടക്ഷനാണ്. ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം, അവർക്ക് എന്താ വേണ്ട വെച്ച് ചെയ്തു കൊടുക്കണം. ഒന്ന് കൊല്ല്, ഞങ്ങളിപ്പോ അനാഥ ആയില്ലേ. ജയിലിലടച്ച് പോഷക സമൃദ്ധമായ ഭക്ഷണം നൽകി ഈ കൊടും കുറ്റവാളിയെ സർക്കാർ സംരക്ഷിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ് നാട്ടുകാരും കൊല്ലപ്പെട്ടവരുടെ വീട്ടുകാരും. 3 കൊലപാതകം ചെയ്തിട്ടും ഒരു കുലുക്കവുമില്ലാതെ പോലീസ് കസ്റ്റഡിയിൽ നിൽക്കുന്ന പ്രതിയുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം അയാൾ എത്രത്തോളം ക്രൂരനാണെന്ന്. അയാളുടെ ജീവൻ നഷ്ടപ്പെടാതെ തങ്ങൾക്ക് നീതി ലഭിക്കില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് വീട്ടുകാരും നാട്ടുകാരും. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.